ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. യുദ്ധത്തിനൊരു ശമനം വന്നപ്പോൾ വീണ്ടും ട്രംപിൻ്റെ താരിഫ് ഫിയറാണ് ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ഡിസ്റ്റർബ് ആകുന്ന ഒരു കാര്യം. ഇന്നലെ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ട്രംപ് താരിഫ് ത്രട്ട് കൊടുത്തത് കൊണ്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഗുണകരമായി. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ കയറ്റുമതി ചെയ്യുന്നത് ബംഗ്ലാദേശും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ട്രംപ് ഈ ഫാർമ സെക്ടറിലുള്ള ഫാർമ കമ്പനികൾക്ക് മേൽ താരിഫ് 200% വരെ ഉയർത്തുമെന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫാർമ കമ്പനീസ് ഫോക്കസിൽ വരും. നിഫ്റ്റി ഇന്നലെ 25,500 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കൊട്ടക് ബാങ്കിൻ്റെ നല്ലൊരു ബിസിനസ് Q1 അപ്ഡേറ്റ് ആണ്. കാരണം സെയിം ടൈം ടൈറ്റാൻ പോലുള്ള കമ്പനീസ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും നെഗറ്റീവായിരുന്നു. ഇന്നലെ FIs സെല്ലേഴ്സായിരുന്നു. 26 കോടി രൂപയ്ക്ക് സെല്ലെടുത്തി. DIs 1366 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പീരീഡിൽ FIസിൻ്റെ ഭാഗത്ത് നിന്ന് ആകെ ഒരു ദിവസത്തെ ബൈ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും FIs സെല്ലേഴ്സായിരുന്നു. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ വീണ്ടും താരിഫ് ഫിയർ ട്രംപ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയായിട്ടുള്ള തീരുമാനങ്ങൾ സ്പെസിഫിക് ഓരോ രാജ്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലെറ്ററുകൾ അവർ ഒഫീഷ്യലായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് ഗ്ലോബൽ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ചെറിയൊരു ബ്രേക്കൗട്ട് ഉണ്ടായി വേണം എന്ന് പറയാൻ. അത് അവസാന സമയത്ത് ഇന്ന് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഫ്ലാറ്റ്, ഡോ 165 പോയിൻറ്റ് മൈനസ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്നലെ 2.83% ക്രാഷായി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 44 പോയിൻറ്റ് മൈനസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ മൈനസായ നിലയിൽ നിൽക്കുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ PCR ഏറ്റവും ടോപ്പിൽ 0.9. അറ്റ് ദ മണി കാണാം ഡോട്ടഡ് ലൈൻ 25,522. സ്റ്റാർഡിലെല്ലാം തന്നെ ആളുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർഡിലെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത ആളുകൾ ഈ ഒരു ആഴ്ചയിലും എല്ലാം തന്നെ അവർ മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയതുകൊണ്ട് അവർക്ക് ഗുണകരമായി. 25,400 മേജർ സപ്പോർട്ട്, 26,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇതാണ് ഓൺലൈനിൽ ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ലോക്കലി ഉള്ള നമ്മുടെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഒല ഇലക്ട്രിക്കൽ മൊബിലിറ്റി കമ്പനി ഇവർ പുതിയ ഇവരുടെ ബൈക്കുകളിലെല്ലാം തന്നെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് നടത്തി അത് ഇവരുടെ വെഹിക്കിൾസിന് പെർഫോമൻസ് കൂട്ടുമെന്ന് കമ്പനി പറഞ്ഞു. ക്യാംസ് കമ്പനി അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ കമ്പനി ലോഞ്ച് ചെയ്തു. ബാജൽ കമ്പനി ഇവരുടെ 170 കോടി രൂപ മുടക്കി ഇവരുടെ നിലവിലുള്ള പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. പ്ലാന്റിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. JSW സ്റ്റീൽ കമ്പനി 14% ഇയർ ഓൺ ഇയർ ഇവരുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ ഉയർന്നു. യൂണിയൻ ബാങ്ക് 5% ഇയർ ഓൺ ഇയർ ഇവരുടെ ടോട്ടൽ ബിസിനസ് ഉയർത്തി എന്നുള്ള ന്യൂസ്. ഡിക്സൺ ടെക് കമ്പനി ലൈറ്റൻ ടെക്കായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഈ ലൈറ്റിംഗ് ബിസിനസ്സിലേക്ക് കമ്പനി വരികയാണ്. ടാറ്റ മോട്ടേഴ്സ് 9% ഇയർ ഓൺ ഇയർ ഗ്ലോബൽ ഹോൾസെയിൽ സെയിൽസ് കുറവ് സംഭവിച്ചു. ലുപ്പിൻ കമ്പനി ഫാർമ കമ്പനിയാണ്. സെൻറ്റിവിയ എന്ന് പറയുന്ന ഒരു പുതിയ ഫാർമ കമ്പനിയായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൽ ഏർപ്പെട്ടു. പുറവങ്കര റിയാലിറ്റി കമ്പനിയാണ്. മുംബൈയിൽ അവർ ഡെവലപ്മെൻറ്റ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സുപ്രീം ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്കും ഭാരത് പെട്രോളിയത്തിൻ്റെ ഭാഗത്തുനിന്ന് LPG സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ഓർഡർ ലഭിച്ചു. സിനർജി ഗ്രീൻ കമ്പനി ഇവർക്ക് ആദാനി വിൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആദാനി വിൻഡ് എന്ന കമ്പനിയിൽ നിന്ന് 3.3 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ടർബൈൻ്റെ പാർട്ട് സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഡർ ലഭിച്ചു. JP പെട്രോളിയം കമ്പനി ഇവർ നൈജീരിയ ബേസ്ഡ് ആയിട്ടുള്ള ഡെൽറ്റ ഫ്യൂലായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റിലൂടെ ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.